ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിരോധനങ്ങൾ, വിധിവിലക്കുകൾ താൽപര്യത്തോടെയും മനസ്സാന്നിധ്യത്തോടെയും ഗ്രഹിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. ഇതാണ് ജീവിത വിജയത്തിനുള്ള ഏക വഴി. ആ ഗൗരവത്തിൽ തഖ്വയുടെ താൽപര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. താൽക്കാലികമായ നേട്ടങ്ങൾക്കും സുഖ സൗകര്യങ്ങൾക്കും വേണ്ടി തഖ്വക്ക് വിരുദ്ധമായ വാക്ക്, പ്രവൃത്തി, നിലപാട്, പെരുമാറ്റം, ഇടപാടുകൾ, ബന്ധങ്ങൾ തുടങ്ങി യാതൊന്നിലും ഏർപ്പെടരുത് എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാ ഓരോരുത്തരെയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൈക്കൊണ്ട് ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോകുന്ന വീഴ്ചകൾ പടച്ചവൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും വളരെയേറെ വേദനിപ്പിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഇക്കഴിഞ്ഞ നാളുകളിൽ സംഭവിക്കുകയുണ്ടായി. അതിലൊന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനം ഇന്നുവരെ സാക്ഷിയായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരവുമായ ഒരു ഉരുൾപൊട്ടലും അതിനെ തുടർന്നുണ്ടായ ആളപായവുമാണ്. രണ്ടാമത്തെ സംഭവം, ഫലസ്തീൻ നേതാവ് ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് മൊസാദിന്റെ ഗൂഢ നീക്കങ്ങളുടെ ഫലമായി വധിക്കപ്പെട്ടതാണ്. ഫലസ്തീനെ സംബന്ധിച്ചും ഫലസ്തീൻ പ്രശ്നത്തിന്റെ വേരുകളെക്കുറിച്ചും ആ വിഷയത്തിൽ നമ്മൾ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ജാഗ്രതയെ സംബന്ധിച്ചും പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ വിഷയത്തിന്റെ മറ്റ് വിശകലനങ്ങളിലേക്ക് ഈ സന്ദർഭത്തിൽ പ്രവേശിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയം നമ്മുടെ രാജ്യത്ത് കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ, അതിനെ തുടർന്നുണ്ടാകുന്ന ദുരന്തങ്ങൾ, അത് മനുഷ്യ ജീവിതത്തെ ആകപ്പാടെ അസ്വസ്ഥമാക്കുകയും അനിശ്ചിതത്വത്തിലേക്ക് എടുത്തെറിയുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങൾ ഇത് നമ്മുടെ കൺമുമ്പിൽ ഇപ്പൊ കൂടെ കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ ജീവിത രീതി പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഈ മലയോര മേഖലകൾ അത്ര സുരക്ഷിതമല്ല, യാത്രാ സൗകര്യങ്ങളില്ല, ഒരുപാട് പരിമിതികളുണ്ട്. വയനാട്ടിലെ ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് മേപ്പാടിയിൽ നിന്ന് കുറെ ഉള്ളിലോട്ട് പോയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ ദുരന്തത്തിന് ശേഷം ഞാൻ അവിടെ സന്ദർശിച്ചിരുന്നു. അത് അല്ലെങ്കിൽ തന്നെ ഒരു വിധം ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് എന്ന് വേണം പറയാൻ. പിന്നെ കുറെ ആളുകൾ താമസിക്കുന്നത് ഈ പുഴവക്കിലോ അല്ലെങ്കിൽ തീരദേശത്തോ ആണ്. സാധാരണ ഇത്തരം പ്രദേശങ്ങളിൽ പോയി താമസിക്കേണ്ടി വരുന്നത് കുറഞ്ഞ വിലക്ക് ഭൂമി കിട്ടുമ്പോൾ വീട് വെക്കാനാവും എന്ന് പ്രതീക്ഷിക്കുന്ന പാവങ്ങളാണ്.
അതുകൊണ്ട് നമ്മുടെ ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ ഇരകളായി മാറുന്നത് പുനരധിവാസം വേറെ ആരെങ്കിലും ഏർപ്പെടുത്തുന്നില്ലെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടവർക്കും പിന്നീട് ജീവിതം നിലനിർത്താൻ കഴിയാത്ത വിധം നിസ്സഹായരായ ജനങ്ങളാണ് എന്ന് കാണേണ്ടതാണ്. ഈ പ്രശ്നങ്ങൾക്ക് ഒരുപാട് തലങ്ങളുണ്ട്. എല്ലാത്തിലേക്കും ഞാനിപ്പോ കടക്കുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ മുമ്പിൽ ഉണ്ടാവേണ്ടുന്ന, നമ്മൾ എപ്പോഴും ആലോചിക്കാറുള്ള ഒരു വിഷയം, വിശേഷിച്ച് ഈ റാഷണലിസം, യുക്തിവാദം പോലെയുള്ള കാഴ്ചപ്പാടുകൾ, ലിബറലിസം പോലെയുള്ള ചിന്താഗതികൾ, പലതരത്തിലുള്ള പ്രചാരണങ്ങളും നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടി ആണ് ഈ സോഷ്യൽ മീഡിയയുടെ ഈ യുഗം എന്നതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്കിത്തരം പ്രകൃതിക്ഷോഭങ്ങൾ എന്ത് പാഠങ്ങളാണ് നൽകുന്നത് എന്നതാണ്. നമ്മൾ അതിനെ സംബന്ധിച്ച് ശാന്തമായി ചിന്തിക്കുമ്പോൾ ശാസ്ത്രം കുറെ പുരോഗമിച്ചു, കണ്ടുപിടുത്തങ്ങൾ നമ്മൾ ഒരുപാട് കൈവരിച്ചു, വലിയ വലിയ പുരോഗതി, മനുഷ്യൻ എല്ലാത്തിനെയും അതിജയിക്കാൻ ശേഷിയുള്ളവനാണ് എന്ന് അവനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ വലിയ പുരോഗതികൾ നമ്മൾ കൈവരിച്ചു. പക്ഷെ കാര്യത്തോടെത്തുമ്പോൾ മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു വാഹനം, ഒരു ലോറി മണ്ണിനടിയിലാണോ വെള്ളത്തിനടിയിലാണോ, ആണെങ്കിൽ എവിടെ എന്ന് കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്ത അത്രമാത്രം നിസ്സഹായനാണ് മനുഷ്യൻ എന്ന് നമുക്ക് കാര്യങ്ങളോട് അടുക്കുമ്പോൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പ്രകൃതിക്ഷോഭങ്ങൾ കുറെയൊക്കെ നേരത്തെ മനസ്സിലാക്കാൻ കഴിയും. എത്ര മനസ്സിലാക്കിയാലും ഭൂമി വിട്ട് മനുഷ്യന് പോകാൻ കഴിയില്ലല്ലോ. അപ്പൊ ഭൂമി നമ്മുടെ വരുതിക്ക് അകത്ത് നിൽക്കുക എന്നുള്ളത് ഭൂമിയുടെ ഉടമസ്ഥൻ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമാണ്. പ്രകൃതിക്ഷോഭങ്ങൾ ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായി കാണുമ്പോൾ ഉണ്ടാവേണ്ട ഒന്നാമത്തെ ബോധ്യം, ഏതവസ്ഥയിലും സൃഷ്ടിയും സൃഷ്ടാവുമാണ് എന്ന ബോധമാണ്. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്നു, പടച്ചവൻ എവിടെ? ഇത്രയും പാവപ്പെട്ട ആളുകൾ പോയി താമസിക്കുന്ന, മരണസംഖ്യ 300 ചില്ലാനം കടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ എത്രയോ ഇരട്ടി ആളുകൾ മരിച്ചിരിക്കാനാണ് ആ പ്രദേശത്തിന്റെ കിടപ്പും അവിടുത്തെ ജനവാസ രീതിയും കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കുറെ സംഗതി ആളുകളെ ഇനി കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വരാം. പക്ഷെ ആളുകൾ ചോദിക്കുന്നു, ഈ പാവപ്പെട്ട മനുഷ്യന്മാർ എന്ത് പിഴച്ചു? ഇത് ഒരു ചോദ്യമാണ്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ മനസ്സിൽ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അവരെന്തെങ്കിലും പഴിച്ചിട്ടാണോ? വിശുദ്ധ ഖുർആനിൽ ഒരു മുന്നറിയിപ്പുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഫിത്നകളുണ്ടല്ലോ, ഈ ഫിത്നകളുടെ നാശം നിങ്ങൾ കരുതിയിരിക്കണം. അത് ആ ഫിത്ന ഉണ്ടാക്കിയവരെ മാത്രമല്ല ബാധിക്കുക, മനുഷ്യനും റബ്ബും തമ്മിലുള്ള ബന്ധമുണ്ട്, മനുഷ്യർ തമ്മിലുള്ള ബന്ധമുണ്ട്, മനുഷ്യനും ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധമുണ്ട്. ഈ 3 ബന്ധങ്ങളെയും യഥാവിധി പരിപാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതിൽ നമ്മളും പടച്ചോനും തമ്മിൽ, പടച്ചോനോട് നമ്മൾ വലിയ ധിക്കാരം ചെയ്താലും ഒരുപക്ഷെ പെട്ടെന്ന് അവൻ നമ്മെ പിടികൂടിയില്ല എന്ന് വരാം. അവൻ കാരുണ്യവാനാണ്, അളവറ്റ ദയാപരനാണ് എന്നതുകൊണ്ട് സമസൃഷ്ടികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കലാപങ്ങളായി, ലഹളകളായി, പലതരത്തിലുള്ള സാമൂഹിക വിപത്തുകളായി നമ്മുടെ ജീവിതത്തെ തന്നെ അത് സ്തംഭിപ്പിച്ചു എന്ന് വരാം. നമ്മുടെ രാജ്യത്തൊക്കെ ഈ അടുത്ത കാലത്ത് അത്തരം പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യനും തമ്മിലുള്ള ബന്ധം നീതിപൂർവകവും സത്യസന്ധവും മാന്യവും സ്വതന്ത്രവുമായിരിക്കുക എന്നത് മനുഷ്യന്റെ സ്വൈര ജീവിതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് മനുഷ്യനും ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം. ഞാനിവിടെ പല തവണ സൂചിപ്പിച്ചതുപോലെ ഈ പ്രകൃതിയുടെ വിഭവങ്ങളെ പരമാവധി ചൂഷണം ചെയ്യുക എന്ന ഒരു കാഴ്ചപ്പാടിലാണ് ആധുനിക ഗവേഷണങ്ങളെല്ലാം പുരോഗമിച്ചിട്ടുള്ളത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ തന്നെ അടിസ്ഥാനം അതാണ്. വിഭവങ്ങൾ പരിമിതമാണ്, ആവശ്യങ്ങൾ അനിയന്ത്രിതമാണ്, അനിർണിതമാണ്. അനിയന്ത്രിതമായ ആവശ്യങ്ങളെ ഈ പരിമിതമായ വിഭവങ്ങൾ കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ കഴിയും, ഇതിനെക്കുറിച്ചുള്ള ഗവേഷണമാണ് എക്കണോമിക്സ് എന്നാണ് എക്കണോമിക്സിന്റെ ആളുകൾ അതിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോ വിഭവങ്ങൾ പരിമിതമായതുപോലെ ആഗ്രഹങ്ങളും പരിമിതമാകണം, ആഗ്രഹങ്ങൾക്ക് ലിമിറ്റ് വെക്കണം എന്ന ഒരു സിദ്ധാന്തം വന്നിട്ടില്ല. ആ സിദ്ധാന്തം പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്, സമൂഹം അത് അംഗീകരിച്ചിട്ടില്ല. ആ ജീവിത രീതിയിൽ നിന്ന് മാറുമ്പോ ആവാസ വ്യവസ്ഥയുടെ മൊത്തം താളം തെറ്റും. എവിടെ അതിന്റെ പ്രത്യാഘാതമുണ്ടാകും ഇത് പറയാൻ പറ്റില്ല.
എവിടെ അതിന്റെ പ്രത്യാഘാതമുണ്ടാകും? തെറ്റ് ചെയ്തവർ മാത്രം ശിക്ഷിക്കപ്പെടുകയാവുകയില്ല ഇത്തരം സാമൂഹിക വിപത്തുകളിൽ, പാരിസ്ഥിതിക വിപത്തുകളിൽ എന്ന് തന്നെയാണ് പടച്ചവന്റെ മുന്നറിയിപ്പ്. അത് ആ തിന്മ ചെയ്തവരെ മാത്രമല്ലാതെ എല്ലാവരെയും ബാധിക്കാൻ ഇടയുള്ള തിന്മകളെ നിങ്ങൾ കരുതിയിരിക്കണം എന്ന് മുന്നറിയിപ്പ് നൽകുന്നതിന്റെ അർത്ഥം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും. ഈ ഭൂമിയിൽ ഒരു വിപത്തും സംഭവിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിപത്തിനും ഒരു ആപത്തിനും വഴിപ്പെടുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അത് സംഭവിക്കുന്നതിന് മുന്നേ ഒരു ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നത് എവിടെ സംഭവിക്കുന്നതും ഇതിനിപ്പോ നോക്കാനും പറയാനും ആരുമില്ല, ആകെ പിടിവിട്ടുപോയിരിക്കുന്നു എന്ന് നിങ്ങൾ കരുതരുത് എന്നാണ് അള്ളാഹു പറയുന്നത്. പകരം ഈ സംഭവിക്കുന്നതൊക്കെ നിങ്ങളിലോ നിങ്ങൾ വസിക്കുന്ന ഭൂമിയിലോ എന്ത് സംഭവിക്കുന്നതും അത് നാഥന്റെ അറിവോടും അംഗീകാരത്തോടും കൂടിയാണ്. പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്. എന്നിട്ട് തുടർന്നൊരു പ്രസ്താവന കൂടി നടത്തുന്നുണ്ട്. ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടാകുമ്പോ നിങ്ങൾ പരിധി വിട്ട് അഹങ്കരിക്കാതിരിക്കാൻ, നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുമ്പോൾ നിങ്ങൾ പൊടുന്നനെ തകർന്നടിയാതിരിക്കാൻ, അതിനുവേണ്ടിയാണ് നേട്ടകോട്ടങ്ങൾ പടച്ചവന്റെ കയ്യിലാണ് എന്ന് നിങ്ങളോട് പറയുന്നത് എന്നുകൂടി അള്ളാഹു വിശദീകരിച്ചിരിക്കുകയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. മറ്റൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇതേ ഉദാഹരണം മുമ്പ് ഞാൻ ഇവിടെ പങ്കുവെച്ചതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു സ്വന്തം നമ്മളുടെ വീട്ടുവളപ്പ്, ആ വീട്ടുവളപ്പിൽ നമ്മൾ അന്നത്തെ ജീവിത സൗകര്യം വെച്ചുകൊണ്ട് ഒരു ചെറിയ തോട്ടം ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. അന്ന് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് വണ്ടികൾ വരാനൊന്നുമില്ല. വീട്ടിലേക്ക് വാഹനങ്ങൾ വരിക, വീട്ടുമുറ്റത്തിൽ നിന്ന് വാഹനത്തിൽ കയറി യാത്ര പുറപ്പെടുക എന്നതൊക്കെ അചിന്ത്യമായ ഒരു കാലത്ത് മുറ്റത്തിന്റെ ഗണ്യമായ ഒരു ഭാഗം നമ്മൾ തോട്ടമാക്കി മാറ്റിയതാണ്. അവിടെ പല വലിയ മരങ്ങളുണ്ട്, ചെറിയ ചെടികളുണ്ട്, ധാരാളം പൂക്കളും പഴങ്ങളും ഉണ്ടാകുന്ന സസ്യലതാദികളുണ്ട്, മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ വർഷങ്ങൾ കുറെ കഴിഞ്ഞു. നമ്മൾ ഈ ചെടികൾക്ക് വളരെ കൃത്യമായിട്ട് ചെറുതും വലുതുമായ ഈ സസ്യലതാദികൾക്കൊക്കെയും കൃത്യമായിട്ട് വെള്ളമൊഴിച്ചിട്ടുണ്ട്, വളം നൽകിയിട്ടുണ്ട്. അവ അതുകൊണ്ട് തന്നെ തഴച്ചു വളർന്നിട്ടുണ്ട്, മനോഹരമായ ഒരു ദൃശ്യമായി മാറിയിട്ടുണ്ട്. വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോ നമുക്ക് മുറ്റം വലുപ്പം പോരാ എന്ന അഭിപ്രായം വന്നു. വാഹനങ്ങൾ പലതും മാറി മാറി വരുന്ന അവസ്ഥയിൽ വന്നു. മക്കൾ വലുതായപ്പോ ഓരോരുത്തർക്കും സ്വന്തമായ വണ്ടി എന്ന സ്ഥിതി വന്നു. നമ്മൾ മുറ്റം വലുതാക്കുന്നതല്ല എന്റെ പോയിന്റ്. നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ ആ തോട്ടം, അവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റും. അവിടുത്തെ ചെടികൾ അന്ന് വരെ തൊട്ട് തലേ ദിവസം വരെ നമ്മൾ വെള്ളവും വളവും നൽകി പരിപാലിച്ചു കൊണ്ടിരുന്ന ആ ചെടികളൊക്കെയും പിഴുതുമാറ്റും. എന്നിട്ട് അപ്പുറത്ത് എവിടെയെങ്കിലും വല്ല കല്ലുവിട്ട് കുഴിയോ മറ്റോ നികത്തേണ്ട സ്ഥലമുണ്ടെങ്കിൽ അതിലിട്ട് മണ്ണിട്ട് മൂടും. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു തോട്ടത്തിന്റെ കാര്യം മാത്രമല്ല, മൊത്തം തൊടിയുടെ കാര്യമാണ് ചിന്തിക്കുന്നത്. നമ്മളുടെ ഓരോ പ്ലാനും മൊത്തം പറമ്പിന്റെ ഒരു സന്തുലിത വളർച്ച വെച്ചുകൊണ്ടാണ്. അല്ലാതെ ആകെ ഒരു തോട്ടം മാത്രം നോക്കിയാൽ പോരാ ഒരു വീട്ടുടമക്ക്. അപ്പൊ ഒരു ഘട്ടത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണ്, ഈ ചെടികളൊന്നും ഇനി വേണ്ട, പകരം ഇത് മുറ്റമാക്കി മാറ്റാം. സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന ഉദാഹരണമാണിത്. നിങ്ങൾ ആ ചെടിയുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ തോട്ടമുടമ എന്ത് ഭ്രാന്തനാണ്! എത്രയോ വർഷങ്ങളായിട്ട് നിരന്തരം വെള്ളമൊഴിച്ചും പരിപാലിച്ചും, വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് പോലും പിശുക്കി ഉണ്ടാക്കി കൊണ്ടുവന്ന് നനച്ച് ഇത്രയും കാലം എന്നെ പരിപാലിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ എല്ലാം വെട്ടി നിരത്തി മണ്ണിനടിയിലാക്കിയിരിക്കുകയാണ്. ആ ഓരോ ചെടിയുടെയും ഭാഗത്ത് നിന്ന് നോക്കിയാൽ കൊടിയ അനീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ നമ്മൾ ആ ചെയ്തതിന് നമുക്ക് നമ്മുടേതായ യുക്തിയുണ്ട്, നമ്മുടേതായ ന്യായമുണ്ട്, നമ്മുടേതായ ബോധ്യമുണ്ട്. ഞാൻ പറയുന്നത് പ്രകൃതിക്ഷോഭങ്ങളും ദുരന്തങ്ങളും സംഭവിക്കുമ്പോ പടച്ചവൻ ഇല്ലാതായി പോയി എന്നല്ല. ഈ പടച്ചവന് നമുക്ക് പിടുത്തം കിട്ടാത്ത ഒരു ആസൂത്രണം ഉണ്ടാവും. അതെന്തായിരിക്കുമെന്ന് നമുക്കറിയുകയില്ല. മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു വണ്ടിയെക്കുറിച്ച് വിവരമില്ലാത്ത ഒരു മനുഷ്യൻ പ്രപഞ്ചനാഥന്റെ നീക്കങ്ങളെക്കുറിച്ച് എങ്ങനെ അറിയാൻ? അത്രേ അറിവ് മനുഷ്യനുള്ളൂ. അപ്പൊ പടച്ച തമ്പുരാന്റെ പരിപാലനം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും സന്തുലിത നിലനിൽപ്പ് മുമ്പിൽ വെച്ചുകൊണ്ടാണ്.
അതിനനുസരിച്ചുള്ള ചില പ്ലാനുകൾ അവനുണ്ടാവും, അതനുസരിച്ചുള്ള ഇടപെടലുകളും നീക്കങ്ങളും ഉണ്ടാകും. അതിന് ഇരകളുണ്ടാകും. ഇരകളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ ഇത് ദ്രോഹമാണെന്ന് തോന്നും. പക്ഷേ പടച്ചവന്റേതായ ന്യായങ്ങൾ ഉണ്ടാവും. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. ശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു പ്രസ്താവന ഒന്നിലധികം സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം. ഞാൻ എന്റെ ദാസന്മാരോട് അതിക്രമം ചെയ്യുന്നവനല്ല. അപ്പൊ എന്തോ ഒരു യുക്തി ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ പടച്ചവനില്ലെന്നോ ഉള്ള പടച്ചവനാകെ പരാജയപ്പെട്ടു പോയെന്നോ അല്ലെങ്കിൽ പടച്ചവൻ ക്രൂരനാണ് എന്നോ ചിന്തിക്കുന്നതിന് പകരം വാഴ നമ്മൾ വളർത്തുന്ന സാധാരണ സസ്യങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ്. ഒന്ന് വെച്ചാൽ തഴച്ചു വളർന്ന് ധാരാളമായി വളരും. നമ്മൾ അതിന് വെള്ളവും വളവും നൽകും, അതിന്റെ കുല വെട്ടും, അത് ഉപയോഗപ്പെടുത്തും. കയ്യും കണക്കുമില്ലാതെ വാഴക്കൂട്ടങ്ങൾ ഉണ്ടാകാൻ പോകുമ്പോ നമ്മൾ എന്താ ചെയ്യാറ്? ചിലത് മറ്റു ഭാഗത്തിലേക്ക് അതിന്റെ കന്നുകൾ പിരിച്ചു വെക്കും. അപ്പോ അമ്മയിൽ നിന്ന് കുഞ്ഞിനെ വേർപെടുത്തുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ചിലപ്പോൾ നമ്മൾ കൂട്ടത്തോടെ അങ്ങ് വെട്ടി നശിപ്പിക്കും. ഇങ്ങനെ വാഴക്കൂട്ടം വളർന്നിട്ട് ഒരു കാര്യവുമില്ല, ഒരു വാഴ ആയാലേ ഇത് വളരൂ എന്ന നിലക്ക്. ഇതൊക്കെ സാധാരണ നമ്മൾ ചെയ്യുന്നതും ദൈനംദിന ജീവിതത്തിൽ ഏർപ്പെടുന്നതുമാണ്. ഈ സസ്യങ്ങളൊക്കെ ജീവനുള്ളവയാണ്. അവയോട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അവയോടുള്ള വിരോധം കൊണ്ടല്ല, മൊത്തം ഇതിന്റെ സന്തുലിത വളർച്ച മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഈ ഉദാഹരണം വെച്ചുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോ പടച്ചവന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പിടിവിട്ടുപോയി എന്നല്ല, പടച്ചവന്റെ പ്ലാൻ എന്തെന്ന് മനസ്സിലാക്കാനും കുറെ കൂടി അവന് വിധേയമാകാനും, താൻ എത്ര തന്നെ കരുത്തനാണെങ്കിലും താൻ സൃഷ്ടിയാണെന്നും സൃഷ്ടിയെന്നും സൃഷ്ടി തന്നെയായിരിക്കുമെന്നുമുള്ള ബോധ്യമുണ്ടാകുവാനും ഈ സന്ദർഭം നമുക്ക് ഉപയോഗപ്പെടണം. വിശദീകരണങ്ങൾ ഒഴിവാക്കി പറയാനുള്ള ഒരു കാര്യം അതാണ്. രണ്ടാമത്തെ സംഗതി, ഇങ്ങനെ നമ്മളുടെ ആരുടെയൊക്കെയോ കൈകളുടെ പ്രവർത്തന ഫലമായി വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. മനുഷ്യ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് കരയിലും കടലിലും നാശം നിറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. ഇത് ഖുർആൻ അവതരിച്ച കാലത്ത് ഈ പറയുന്നതിന്റെ അർത്ഥം ഇത്രമേൽ സഹാബിമാർക്ക് മനസ്സിലായിരിക്കില്ല. ഇന്നിപ്പോ നമ്മൾ ഈ ആയത്തോതുമ്പോ ഇതിന്റെ അർത്ഥം വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ നാട്ടിലെല്ലായിടത്തും നമ്മളുടെ ഉപഭോഗ സംസ്കാരത്തിന്റെ ഫലമായിട്ട് ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ സാധനങ്ങളെല്ലാം കൂടി സകലമാന പുഴകളിലൂടെയും വന്ന് കടലുകളുടെ അടിയിൽ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. അങ്ങനെ കടലിന്റെ കരയുടെ തന്നെ ആവാസ വ്യവസ്ഥ തെറ്റും. അപ്പൊ എന്താണ്? ഉപഭോഗം എങ്ങനെയാവണം, ഉൽപാദനം എങ്ങനെയായിരിക്കണം, ഭൂമിയുടെ പരിപാലനം. നിങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു നോക്ക്. പ്രവാചകന്മാര് വന്നിട്ട് അവരുടെ ഏത് സൈസ് ജനങ്ങളുടെ അമ്പരചുംബികളായ സൗധങ്ങൾ, മലകൾ കൊത്തിയുണ്ടാക്കിക്കൊണ്ട് അമ്പരചുംബികളായ സൗധങ്ങൾ ഉണ്ടാക്കി ഭൂമിയിൽ പരിധി വിട്ട് അല്ലതീ ലം യുഖ്ലഖ് റമദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്. ഭൂമിയിൽ അമ്മാതിരി മനുഷ്യരെ പിന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്ന്. വലിയ ആദ്യ സമൂഹത്തിലേക്കൊക്കെ ശിക്ഷ ഇറങ്ങിയിട്ട് വലിയ മനുഷ്യരും കാറ്റടിച്ചിട്ട് വീണതിനെ പറ്റി ഈത്തപ്പന മരങ്ങൾ കടപുഴങ്ങി വീണതുപോലെ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. വലിയ വലിയ മനുഷ്യന്മാര്, അത്ഭുതകരമായ കായിക ശേഷിയുള്ളവർ, ഇന്നത്തെ ഒരു സംവിധാനവുമില്ലാതെ ആ കാലത്ത് അവർ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികൾ കണ്ടാൽ അവരുടെ ശേഷി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനത്തെ മനുഷ്യന്മാര്. പക്ഷെ അവര് ആവാസ വ്യവസ്ഥയെ പരിപാലിക്കേണ്ട വിധം പരിപാലിച്ചില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളും പടച്ചവനും തമ്മിലുള്ള ബന്ധം അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതെങ്ങനെ പരിപാലിക്കണം, അതിന്റെ ഗൈഡ് ലൈൻ ഖുർആനിലുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാവണം, ഇതും ഖുർആനിലുണ്ട്. നമ്മളും ഈ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാവണം, ഇതും ഖുർആനിലുണ്ട്. ഈ ഒന്നാമത്തെ ബന്ധത്തിൽ തന്നെ വീഴ്ച വരുത്തിയവരുണ്ട്, ഒന്നിലും രണ്ടിലും വീഴ്ച വരുത്തിയതിലുണ്ട്, ഒന്നിലും രണ്ടിലും മൂന്നിലും ഒരുപോലെ വീഴ്ച വരുത്തിക്കൊണ്ടേയിരിക്കുന്നവരാണ് ഭൂരിപക്ഷം. അതിന് ദർശനങ്ങൾ ഉണ്ടാകുന്നു, അതിന് സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നു, അതിന് ന്യായങ്ങൾ മെനയുന്നു, ചൂഷണത്തിന്റെ മേൽ ചൂഷണം നടക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അമ്പരചുംബികളായ സൗധങ്ങൾ, മലകൾ തുരന്ന് വലിയ സൗധങ്ങൾ ഉണ്ടാക്കി ഭൂമിയിൽ നിഗളിച്ച അഹങ്കരിച്ച ആളുകളെ അഭിസംബോധന ചെയ്തിട്ട് പ്രവാചകന്മാര് പറഞ്ഞത് കാണാം. വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ എന്താ പറഞ്ഞത്? ഫത്തഖുല്ലാഹ വഅതിഊൻ വലാ തുതീഉ അംറൽ മുസ്രിഫീൻ അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എന്നെ അനുസരിക്കണം. നിങ്ങൾ ഈ ധൂർത്തരുടെ വഴി പിൻപറ്റരുത്. ഏത് ധൂർത്തർ? അല്ലദീന യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അവര് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കൂ, ഒരു നന്മ ഉണ്ടാക്കൂല.
നമ്മുടെ ഈ ആവാസ വ്യവസ്ഥയുടെ താളം തെറ്റിക്കുന്നതിൽ മനുഷ്യൻ വിപത്തുകൾ വില കൊടുത്തു വാങ്ങുകയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിന്റെ പല പ്രദേശങ്ങളിലും റോഡുകളിലും കടകളിലും വീടുകളിലും മാറി മാറി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വ്യക്തിപരമായി ഞാൻ വിചാരിക്കുന്നത്, ഇങ്ങനെ കുറെ കാലം വെള്ളം കയറുമ്പോൾ ആ പ്രദേശത്തിന് വീട് വെക്കണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും. നമ്മൾക്ക് പെട്ടെന്ന് വീട് പൊളിച്ചു പോകാനോ സ്ഥലം വിട്ടു പോകാനോ കഴിഞ്ഞില്ലെന്ന് വരാം. നമ്മൾ അവിടെ സഹിച്ചു നിൽക്കും. നമ്മുടെ മക്കൾ പിന്നെ അവിടെ വീടുണ്ടാക്കൂല. നമ്മുടെ വരും തലമുറ അതിലൂടെ റോഡ് ഉണ്ടാക്കൂല. നമ്മുടെ വരും തലമുറ അത്തരം പ്രദേശങ്ങളിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാക്കൂല. അങ്ങനെ വരുമ്പോ ഒരു കാലത്ത് വെള്ളത്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഭൂമി നമ്മൾ ഇതിനെ പിടിച്ചെടുത്തത് വെള്ളം തന്നെ നമ്മളിൽ നിന്ന് തിരിച്ചു പിടിക്കും. വെള്ളം തന്നെ നമ്മളിൽ നിന്ന് തിരിച്ചു പിടിക്കും. അവിടേക്കാണ് പോകാൻ പോകുന്നത്. അത് മനുഷ്യൻ വിവേകത്തോടെ നേരത്തെ കാലത്തെ പ്രവർത്തിക്കാത്തതിന് പ്രകൃതി നമ്മെ പാഠം പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ കാണണം. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ, നമുക്കൊരു മാലിന്യം ഒരു ചാക്കിലാക്കിയിട്ടും അതിലിന്റെ പതുക്കെ അപ്പുറം നോക്കിയിട്ടും അതിന്റെ അപ്പുറത്തേക്ക് ഇട്ടാൽ എന്റെ ഭാഗം ക്ലിയർ എന്ന് കരുതുന്ന വൃത്തിബോധമേ ഉള്ളൂ. അപ്പുറത്ത് കടന്നത് ചീഞ്ഞു നാറും, അവനും പ്രയാസപ്പെടും. അവന്റെ ആ തൊടിയും കൂടി കൂടിയതാണ് ഈ ഭൂമി എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഈ മനുഷ്യൻ ജീവിക്കുന്നിടത്തോളം കാലം ദുരന്തങ്ങളുടെ മേൽ ദുരന്തങ്ങൾ നമ്മളെ തേടി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് നമ്മൾ കാണണം. പക്ഷെ ഇതിന്റെ ഒക്കെ വില കൊടുക്കേണ്ടി വരാ ആ ചെയ്തോര് തന്നെ ആവണമെന്നില്ല. അത് ഏത് സാമൂഹിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടാലും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മദ്യത്തിന്റെ പ്രചാരകരായാൽ, നിങ്ങൾ വ്യഭിചാരത്തിന്റെ വാഹകരായാൽ, നിങ്ങൾ പലിശയുടെ ഏജന്റുമാരായാൽ അതിന്റെ പ്രത്യാഘാതം നിങ്ങളിൽ മാത്രം പരിമിതാവൂല, അല്ലെങ്കിൽ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കൂല. അത് സമൂഹത്തിൽ മുഴുവൻ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അതിന് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് ഒരുപക്ഷെ ഇതിന്റെ ഗുണഭോക്താക്കളൊന്നുമല്ലാത്ത വേറെ വല്ലവരുമായി എന്നും വരാം. ഒരു ഡ്രൈവർ കള്ളു പിടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയി കയറ്റി ഒരുപക്ഷെ അയാൾ രക്ഷപ്പെട്ട് ഇറങ്ങി ഓടുകയും നിരപരാധികളായ കുറെ ആളുകൾ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യാം. അതൊക്കെ സംഭവിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ച് കുറെ കൂടി ഗൗരവത്തിൽ ആലോചിക്കണം. നമ്മളുടെ ഉപഭോഗശീലങ്ങളെ അതനുസരിച്ച് സെറ്റ് ചെയ്യണം. അതിലേക്ക് പോകുന്ന മിതവ്യയത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, ഇഹലോക ജീവിതത്തെ പരലോക ജീവിതവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു കാഴ്ചപ്പാട്, ഇത് മനുഷ്യ സമൂഹത്തിൽ ഇതിന്റെ പ്രാധാന്യം നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നാണ് ഓരോ സംഭവങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയ സഹോദരന്മാരെ, സ്ഥിതിഗതികൾ വളരെ ദയനീയമാണ്. ഇത്രയും ആളുകൾ, കുറച്ച് അപൂർവം ആളുകളാണ് രക്ഷപ്പെട്ടത്. ഒരു പ്രദേശം തന്നെ അങ്ങ് തുടച്ചു പഠിച്ച് ജനശൂന്യമാക്കിയതുപോലെയുള്ള അത്രയേ ഉള്ളൂ. നിമിഷങ്ങൾ കൊണ്ട് സംഭവിച്ചിരിക്കുകയാണ്. അഫഅമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. ആ ഒരു ഗ്രാമവാസികൾ വളരെ നിർഭയരാണോ? നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വിപത്ത് വരികയില്ല എന്ന കാര്യത്തിൽ. അവഅമിന അഹ്ലുൽ ഖുറ അൻ യഅതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. നിങ്ങൾ പ്രഭാതത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്കൊരു വിപത്ത് വന്നണയുകയില്ല എന്ന് നിങ്ങൾ നിർഭയരാണോ എന്നൊക്കെ അള്ളാഹ് ആവർത്തിച്ച് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് മനുഷ്യനെ പേടിപ്പിച്ചു നിർത്താനല്ല, മനുഷ്യനെ സ്രഷ്ടാവുമായി ബന്ധപ്പെടുത്തി ജീവിതം ചിട്ടപ്പെടുത്താൻ പ്രേരിപ്പിക്കാനാണ്. ആ ഒരു പാഠം ഇത്തരം ഓരോന്നിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ, അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അവന്റെ കരുണയിലാണ് എന്റെ നിലനിൽപ്പ് എന്ന ബോധത്തോടെ ജീവിതത്തെ സെറ്റ് ചെയ്യാൻ ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് ഉത്ബോധനമാകണം. ഈ പ്രകൃതി ദുരന്തങ്ങളും ഒരു ഉണർത്തലാണ് എന്ന് നമ്മൾ കാണണം. അതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. അതിന്റെ തന്നെ തുടർച്ചയാണ് ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം, അപ്പൊ ആകാശത്തുള്ളവൻ നമ്മോട് കനിയും. ആകാശത്തുള്ളവൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ചാണ്, പ്രപഞ്ചങ്ങളായ സകല പ്രപഞ്ചങ്ങളുടെയും ഉടയവനെ സംബന്ധിച്ച്. അതുകൊണ്ട് നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ശാരീരികമായി, സാമ്പത്തികമായി, ഏതവസ്ഥയിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. വയനാട്ടിൽ മാത്രമല്ല, വീട്ടിൽ വെള്ളം കയറിയിട്ടും ഉപജീവന മാർഗം മുട്ടിയിട്ടും നമ്മുടെ കൂടെ നടക്കുന്നവരിൽ തന്നെ പട്ടിണിപ്പാവങ്ങളുണ്ടോ എന്ന് നമ്മളൊന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കണം. നമ്മൾ താമസിക്കുന്ന വീടിന്റെ 4 ഭാഗത്തുള്ള വീടുകളിലേക്കൊന്ന് നോക്കണം. എന്താണ് അവരുടെ സ്ഥിതി? അവിടെ അടുപ്പ് പുകയുന്നുണ്ടോ? അയാൾ എന്താ ദൈനംദിന അന്നന്നത്തെ ഉപജീവനത്തിന് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അയാളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തൊട്ടപ്പുറത്തെ വീട്ടിലേക്കൊന്ന് നോക്കണം. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. നമുക്ക് ഏറ്റവും വലിയ ബാധ്യത ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ കാര്യത്തിലാണ്.
പിന്നീട് ഏറ്റവും അടുത്ത ബാധ്യത നമ്മുടെ ഏറ്റവും അടുത്ത അയൽവാസിയുടെ വിഷയത്തിലാണ്. പിന്നീട് ആ ഒരു ക്രമത്തിൽ ഒരു പ്രദേശത്തെ മുഴുവൻ മനുഷ്യരും നമ്മുടെ സഹായത്തിന് അർഹരാണ്. ഈ ഒരു മുൻഗണനാക്രമത്തിൽ ഇത്തരം ദുരിതങ്ങളുടെയും ഉപജീവന മാർഗങ്ങൾ വഴിയടയാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിലും നമ്മളിൽ ചുരുണ്ടുകൂടാതെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് കണ്ണും കാതും തുറന്നു വെക്കണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സഹോദരന്മാരെയും സഹോദരിമാരെയും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് വയനാട്ടിലെ ആ മനുഷ്യരുടെ കാര്യത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിന്റെ പരമാവധി സേവനം ഗവൺമെന്റ് കുറെ പറയും, കുറച്ച് ചെയ്യും, സംശയമൊന്നുമില്ല, നമ്മൾ അതിനെ നിരാകരിക്കുന്നില്ല. പക്ഷേ ഇന്ന് ഇതുപോലെയുള്ള ഓരോ പ്രശ്നമുണ്ടാകുമ്പോഴും എല്ലാവരും കൂടിച്ചേർന്ന് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളാണ് അവിടെ ഫലമുണ്ടാക്കിയിട്ടുള്ളത്. അതേ സാധ്യമാകൂ എന്ന് നമുക്ക് തന്നെ ചിന്തിച്ചാൽ അറിയാം. ആ അർത്ഥത്തിൽ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ചെറുതോ വലുതോ ആയ പങ്കാളിത്തം ഉണ്ടാവണമെന്ന് കൂടി ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. പടച്ച തമ്പുരാൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഏതൊക്കെ വിധത്തിലുള്ള മുസീബത്തുകളും ആപത്തുകളുമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്, റഹ്മാനും റഹീമുമായ റബ്ബേ, അതിൽ നിന്നെല്ലാം ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളും പ്രയാസപ്പെടുന്നവരുമായ ആളുകളുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഫലസ്തീനിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഒരു വഴിത്തിരിവിലേക്കെത്തുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ നീ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. നിന്റെ അറിവും അംഗീകാരവും കൂടാതെ ഒന്നും നടക്കുകയില്ല എന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. പടച്ചവനെ, നീ ആ ഇസ്മായിൽ ഹനിയെ തിരിച്ചു വിളിച്ചതിന് അതിനേക്കാൾ നല്ല ബദലുകൾ നൽകി ആ ജനതയെ കരുത്തുറ്റതാക്കണേ നാഥ. അദ്ദേഹത്തിന് നീ രക്തസാക്ഷികളുടെ നേതാവെന്ന പദവി നൽകി സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ലോകത്തെവിടെയൊക്കെ സമാധാനത്തിനും നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ ജനങ്ങളുടെയൊക്കെ പാദങ്ങൾക്ക് നീ സ്ഥൈര്യം നൽകണേ തമ്പുരാനെ. അവർക്ക് നീ വിജയം നൽകണേ അല്ലാഹ്. ധിക്കാരികളെ നീ പാഠം പഠിപ്പിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും എല്ലാം അനുഗ്രഹിക്കുകയും അവസാനം ഈമാനോടുകൂടി മരിച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയ സഹോദരന്മാരെ, നേരത്തെ പറഞ്ഞതുപോലെ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ധനസമാഹരണം ഇന്ന് നമ്മുടെ ഈ പള്ളിയിൽ നടക്കുന്നുണ്ട്. വളരെ വ്യവസ്ഥാപിതമായി നമുക്ക് അവിടെ അതിന് പുനരധിവാസ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പ്ലാനുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോൾ വലിയ അളവിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ വരും. അതുകൂടി മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഈ ധനസമാഹരണം നടക്കുന്നത്. കാശ് കയ്യിൽ കരുതിയിട്ടില്ലാത്തവർക്ക് പുതിയ സംവിധാനങ്ങൾ എന്ന നിലക്ക് ഓൺലൈൻ പേയ്മെന്റ് നൽകുന്നതിനാവശ്യമായ കോഡുകളും സംവിധാനങ്ങളും കൂടി സജ്ജീകരിക്കാൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. സാങ്കേതിക തകരാറുകളില്ലാതെ അത് ഉപയോഗപ്പെടുത്താനാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ വശങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഓരോരുത്തരും ഈ സംരംഭത്തിൽ അകമഴിഞ്ഞ് സഹകരിക്കണം എന്നാവശ്യപ്പെടുകയാണ്. വയനാട്ടിലെ പ്രശ്നത്തെ സംബന്ധിച്ചോ അവിടുത്തെ കരളലിയിപ്പിക്കുന്ന കാഴ്ചകളെക്കുറിച്ചോ ഞാൻ അധികം വിവരിക്കാത്തത്, ഇതൊക്കെ നിങ്ങളെല്ലാവരും ഓരോ നിമിഷവും അറിഞ്ഞനുഭവിച്ച് മനസ്സ് നീറിയിരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ആ ഒരു
ഗൗരവത്തിൽ ഈ വിഷയത്തെ, ഈ സംരംഭത്തെ, ഈ ഫണ്ട് സമാഹരണത്തെ നിങ്ങൾ കാണണം, അതിനോട് സഹകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ ശ്രമങ്ങളും സാമ്പത്തികമായ എല്ലാ പരിശ്രമങ്ങളും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അവൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم اجعل يومنا خيرا من أمسنا واجعل غدنا خيرا من يومنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا غاية مرامنا ولا إلى النار مصيرنا اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت ربها ووليها ومولاها يا أرحم الراحمين اللهم إنا نسألك حبك وحب من يحبك وكل عمل يقربنا إلى حبك ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين.